അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് സലാത്തുകളും ദിക്റുകളും ദുആകളും പിന്നെ അതുപോലെ തന്നെ ഖുർആൻ എല്ലാം ഓതാറുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു 2-3 സൂറത്ത് ഓതിയാലുള്ള നേട്ടം എന്താണെന്ന് നോക്കാം. ജുമാ നമസ്കാര ശേഷം ആണുങ്ങളാണെങ്കിൽ ജുമാ നമസ്കാര ശേഷം, സ്ത്രീകളാണെങ്കിൽ ളുഹർ നമസ്കാരത്തിന് ശേഷം ചെറിയ 2-3 സൂറത്ത് ഓതിയാലുള്ള ഗുണമാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാര ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ ഐശ്വര്യം വർദ്ധിക്കും. ഓരോ ആഴ്ചയും ബർക്കത്തിലാക്കാനും ഒരാഴ്ചയോളം എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും സംരക്ഷണം കിട്ടാനും എല്ലാ പാപങ്ങൾ പൊറുക്കാനും ഈ 3 സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏത് സൂറത്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച ജുമാ നിസ്കാര ശേഷം അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് ആണുങ്ങൾ ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്ന് വെള്ളിയാഴ്ച ളുഹർ നമസ്കാര ശേഷം ചെയ്യേണ്ടത് 7 ഫാത്തിഹ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് 7 തവണ ഓതുക, സൂറത്തുൽ ഫലക്ക് 7 തവണ ഓതുക, സൂറത്തുൽ നാസ് 7 തവണ ഓതുക. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഒരാഴ്ച കാലയളവിൽ ഇങ്ങനെ വല്ലവനും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും ബർക്കത്തും ഐശ്വര്യവും ഉണ്ടായിരിക്കും. ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ഇങ്ങനെ വല്ലവനും ചെയ്താൽ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, നമുക്ക് ചെറിയ ചെറിയ സൂറത്ത് ഓതിയാലുള്ള ഗുണം പലതും ഉണ്ട്. അപ്പോൾ അറിയാവുന്ന സൂറത്താണ്. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവർക്കും കാണാപ്പാടുള്ള സൂറത്താണ്. അതുകൊണ്ട് ആ ഒറ്റയിരിപ്പിലിരുന്നു കൊണ്ട് ചൊല്ലാവുന്നതേ ഉള്ളൂ, ഓതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യം ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.